പുറന്തൊലി കളയുമ്പോഴാണ് ഇത്ര മനോഹരങ്ങളായ തമിഴ്നാട്ടിലൊക്കെ പറയുന്ന വെള്ളപ്പൂണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മോർണിംഗ് വൈബും ഗുണ്ടൽപേട്ടയിൽ തന്നെയാണ്. മനോഹരങ്ങളായ ചെണ്ടുമല്ലിപ്പാടങ്ങൾ മാത്രമല്ല, ഇതുപോലുള്ള വെളുത്തുള്ളി നല്ല വിളവെടുക്കുന്ന സമയമാണ്. വെളുത്തുള്ളികൾ ഇത് ശരിക്കും മെഡിസിന് പോകുന്നതാണ്. ഇതൊരു കമ്പനി തന്നെ മൊത്തത്തിൽ ഒരുമിച്ചെടുക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഇത് കണ്ടോ. അപ്പോൾ വെളുത്തുള്ളിൻ്റെ തണ്ട് പലർക്കും അറിയില്ല. സാധാരണ സവോളേൻ്റെ ഒക്കെ തണ്ട് പോലെ തന്നെയാണ്. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ചെറിയുള്ളിയും ഒക്കെ. ഇതിൻ്റെ തണ്ടുകൾക്ക് തമ്മിൽ ചെറിയ ചെറിയ നേരിയ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ശരിക്കും കറുത്ത മണ്ണിൽ ഇങ്ങനെ ഭംഗിയായിട്ട് ഇങ്ങനെ പറിച്ച് ഇങ്ങനെ കൂട്ടിയിരിക്കുന്നുണ്ടോ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം വലിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ എടുക്കുന്ന കമ്പനിക്കാർക്ക് ഇതേപോലെ മണ്ണ് തട്ടി കളയാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ടാവുമ്പോൾ ഇത്ര കളർ എങ്ങനെയാണ് വെളുത്തുള്ളിക്ക് കിട്ടുന്നത്. ഇത് ഒന്ന് ഇങ്ങനെ പറിച്ചിട്ട് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഇത് കൊണ്ടുപോയി വീണ്ടും തട്ടി ഇതിൻ്റെ പുറന്തൊലി കളയുമ്പോഴാണ് ഇത്ര മനോഹരങ്ങളായ നല്ല തമിഴ്നാട്ടിലൊക്കെ പറയുന്ന വെള്ളപ്പൂണ്ട്. ഇപ്പോൾ നല്ല നമ്മൾ കാണുന്ന കടയിൽ ഷോപ്പിലൊക്കെ കാണുന്ന പോലത്തെ മനോഹരങ്ങളായ നല്ല ഭംഗിയുള്ള വെളുത്തുള്ളിയായി മാറും. അപ്പോൾ ഇതൊക്കെ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റും. ശരിക്കും എങ്ങനെയാണ് വെളുത്തുള്ളി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ മണ്ണിലുണ്ടാകുന്നതിന് എങ്ങനെയാണ് ഇത്ര കളർ വരുന്നത്, എങ്ങനെയാണ് ഇത് പറിച്ചെടുക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ലീഫ്, തണ്ട്, ഇതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയൊരു അവസരമാണ്. ശരിക്കും കുട്ടികളെ കൊണ്ടൊക്കെ മറ്റേ ഒരുപാട് പാർക്കുകളിലും കാര്യങ്ങളിലൊക്കെ പോകുന്നു. അത് പോകണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ കുറച്ചൊക്കെ നേച്ചറുമായിട്ടൊന്ന് അടുപ്പിച്ച് കാണിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.